ഇടുക്കിയിൽ സ്കൂൾ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. നെറ്റിമേടിനും കുറ്റിയാർ വാലിക്കുമിടയിലാണ് സംഭവം. ഇന്നലെ വൈകിട്ടാണ് ബസ്സിന് മുന്നിൽ കാട്ടാന എത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്കൂൾ ബസ്സിന് മുന്നിലേക്ക് കാട്ടാന എത്തുകയായിരുന്നു. ആ കാട്ടാന അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ വിജയൻ വിവരങ്ങൾ വെച്ചിരുന്നു. രാഹുൽ, ഒന്ന് പേടിപ്പിച്ചതങ്ങ് മടങ്ങിയോ കാട്ടാന? സാധാരണ രീതിയിലുള്ള പോലെ തന്നെ ഒന്ന് പേടിപ്പിച്ച് പടയപ്പ മടങ്ങി. പക്ഷേ ആ സ്കൂൾ കുട്ടികൾ വലിയ തരത്തിൽ ആശങ്കയിലായിരുന്ന കുറച്ച് നിമിഷങ്ങളാണ് കടന്നുപോയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ വൈകിട്ട് ഈ സ്കൂൾ ബസ്സുമായി ഈ കുറ്റ്യാർവാലി റോഡിലൂടെ പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പടയപ്പ കുറച്ച് നാളുകളായിട്ട് മറയൂർ മേഖലയിലായിരുന്നു, തിരിച്ച് മൂന്നാർ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ പടയപ്പ് ഉണ്ട് എന്നുള്ള വിവരം ഇവർക്ക് കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഒരു ബൈക്ക് യാത്രികരാണ് ഈ പടയപ്പയ്ക്ക് മുന്നിൽ പെടുന്നത്. ബൈക്ക് യാത്രികൻ ബൈക്ക് മറിച്ചിട്ടതിന് ശേഷം ഇറങ്ങി ഓടുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സ്കൂൾ ബസ് വരുന്നത്. സ്കൂൾ ബസ് കണ്ട് പടയപ്പ് ഒരല്പം മുൻപിലേക്ക് പോയി അവിടെ മാറി സൈഡിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ ബസ് കടന്നു പോകാൻ വേണ്ടി പയ്യെ മുൻപോട്ട് എടുക്കുമ്പോൾ ഈ പടയപ്പ് തുമ്പിക്കൈ പൊക്കി ഈ ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ഈ ബസ് ഡ്രൈവർ പിന്നിലേക്ക് എടുത്തതുകൊണ്ടാണ് ഒരു ആശങ്ക ഒഴിഞ്ഞത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നീട് പടയപ്പ സ്വമേധയാ കാട് കയറുകയായിരുന്നു. വനംവകുപ്പിന്റെയോ അല്ലെങ്കിൽ RRTയുടെയോ സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഹാഷ്മി. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. ദൃശ്യങ്ങൾ കാണാം. പടയപ്പ എന്താണ് കുസൃതി കാണിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല കേട്ടോ. ഒരു സ്കൂൾ ബസ് നേരെയൊക്കെ അടുത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കുന്നതാണ്. പക്ഷേ അതങ്ങ് മടങ്ങി.